നേച്ചർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രഷ് ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഞണ്ട് എങ്ങനെയാണ് വെക്കുന്നത്, അതിൻ്റെ തോടൊക്കെ പൊളിച്ച് എങ്ങനെയാണ് ഞണ്ട് കറി വെക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കണ്ട് പോകാം. അപ്പോൾ നമ്മുടെ ഞണ്ട് ഒരു 3 വട്ടം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മണ്ണും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായി ഇവിടെ ഒലച്ച് കഴുകണം കേട്ടോ. ഇതിനകത്ത് മണ്ണുണ്ടായതുകൊണ്ട് അത് പോകണം. അപ്പോൾ അതുകൊണ്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിനകത്ത് മണ്ണൊക്കെ നല്ലോണം കാണുന്നുണ്ട് കേട്ടോ. മണ്ണ് കാണുന്നുണ്ട്. 3-4 പ്രാവശ്യം കഴുകാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഞണ്ടിനെ എടുത്തു. കുഞ്ഞിക്കാരെല്ലാം കളയണം. അതെ, അതിൻ്റെ കുഞ്ഞിക്കാരെല്ലാം ഇതുപോലെ പറിച്ച് കളയുക. ഇങ്ങനെ 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 ഈ അടിയിലൊരു സാധനമുണ്ട്, അതിൻ്റെ അടിയിൽ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ഇത് എടുത്ത് കളയുക. മാംസമുള്ളത് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ പുഴക്കുക. കണ്ടോ കണ്ടോ, വേസ്റ്റുകളും എടുത്ത് കളയുക അല്ലേ. ഇനി കഴിവുമ്പോൾ അതൊക്കെ പോകും. പിന്നുണ്ടോ, ഇത്രേ ഉള്ളു സംഭവം. അപ്പോൾ അത്രേ ഉള്ള സംഭവം. ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ കളയുക. കണ്ടിട്ട് മാംസം ഇല്ലാത്ത എല്ലാം എടുത്ത് കളയുക. ഇതുപോലെ ഒടിച്ചൊടിച്ച് കളയുക. മാംസം ഉള്ളത് എടുക്കുക. ചെറിയ കാരണമൊന്നും മാംസമൊന്നുമില്ല, അത് എടുക്കുന്നവരുണ്ട്. ഷാപ്പിലൊക്കെ കറി വെക്കുമ്പോൾ ഏകദേശം അതൊക്കെ എടുക്കും അല്ലേ. ഇല്ല, വലിയ ഞണ്ട്. ഇത് ചെറിയ ഞണ്ടായതുകൊണ്ട് നമ്മുടെ അലിക്കുട്ടിയാണ് അത് ചെയ്യുന്നത് കേട്ടോ. ഫണ്ടാസ്റ്റിക്കാണ്. അലിക്കുട്ടിയുടെ നാട്ടിലൊക്കെ നല്ല ഫ്രഷ് ഞണ്ടൊക്കെ കിട്ടും. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇത്രയും ഫ്രഷൊന്നും കിട്ടില്ല. പത്തനംതിട്ട കായംകുളം സൈഡ് ആയതുകൊണ്ട് കൈ കൊണ്ട് വേണേലും പൊളിച്ചെടുക്കാം. എൻ്റെ മാംസം ഇത് കഴിഞ്ഞ് നന്നായി കഴുകണം. അതിൻ്റെ കറുത്ത സാധനം കാണിക്കുന്നു ഫ്രണ്ട്സ്. ആണ്ട് ഈ ഇതുണ്ടല്ലോ, ഈ കറുത്തിരിക്കുന്നതും ഇതൊരു എന്താ പറയുക, ഒരു അഴുക്കാണ്. കുടലും അതിൻ്റെ ഇതിനൊക്കെ ഇത് നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് വേസ്റ്റായിട്ട് കളയണം കേട്ടോ. ബാക്കി എല്ലാം നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഞണ്ടിൻ്റെ തോടും ഒക്കെ പൊളിച്ച് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ടുമുണ്ട്. കൂടുതൽ ഞണ്ടിനെ കഴുകരുത് കേട്ടോ. ഇതിനെ അങ്ങനെ കൂടുതൽ ഞണ്ടിനെ കഴുകില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് എളുപ്പം വെള്ളമായി പോകും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കഴുകത്തില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു കഴിവൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇലക്കകത്തോട്ട് ഇങ്ങനെ തട്ടിയിട്ട് ഇനി നമുക്കിതിന് കറി വെക്കണം. ഇതിന് വേണ്ട ചേരുവകൾ നമുക്ക് ഇനി എടുക്കണം കേട്ടോ. അപ്പോൾ ചേരുവകളും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാം.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അലിക്കുട്ടിയാണ് ഇന്ന് ഞണ്ട് കറി വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അലിക്കുട്ടി എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പം ഞണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ എടുത്തേക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. എന്തൊക്കെ സാധനമാണെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ സവാള 2 എടുത്തിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട്, കുഞ്ഞു തക്കാളി. പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി നന്നായിട്ട് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അപ്പോൾ ഇങ്ങനെ അലിക്കുട്ടി ഇങ്ങനെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടപ്പട്ട വന്ന് അരിയങ്ങോട്ട്. നമ്മുടെ ഞണ്ടൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞണ്ടൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് വേണം, പെട്ടെന്ന് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞണ്ടെല്ലാം വെള്ളമായി പോകും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെക്കണം. ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തേങ്ങ അരച്ചാണ് വെക്കുന്നത് കേട്ടോ. തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ ഞണ്ട് കറിയിൽ നിന്ന് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെളിയിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കാറ്റൊക്കെ കൊണ്ട് അല്ലേ. അതിനകത്താ നമ്മുടെ പുതിയ ജെറ്റ് അടുപ്പിനകത്തോ, റോക്കറ്റ് അടുപ്പിനകത്തോ? കുഴപ്പമില്ല, അതിനകത്തായാലും മൊത്തം. ഓക്കെ, ആയിക്കോട്ടെ. ഞങ്ങളുടെ പുതിയൊരു അടുപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ആ അടുപ്പിൽ വെക്കുക, റോക്കറ്റ് അടുപ്പിനകത്ത് നമ്മളിന്ന് ഞണ്ട് കറി വെക്കുക. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് റോക്കറ്റ് അടുപ്പിൽ വെക്കാം. ടപ്പട്ടപ്പം നരിഞ്ഞോ. നമുക്ക് വെളുത്തുള്ളി ഇന്ത്യൻ ജാഗ്രതെടുക്കും. കണ്ണി മയക്കുള്ളിക്കണ്ണി ഇതാ എനിക്ക് സവാള ഇഷ്ടമല്ല സാർ. നമ്മുടെ കുഞ്ഞിക്കണ്ണി നിറയും, മേക്കപ്പ് പോകും. മേക്കപ്പ് പോവോ? എന്ത് മേക്കപ്പ് പോവാനാ? ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. ഓ മൈ ഗോഡ്. പുറഞ്ചം അലി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, ഇന്ന് സൺഡേ സ്പെഷ്യൽ മാസ്റ്റർ ഷെഫായി ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നതായിരിക്കും. അരിയുവാണ്. പിച്ചാത്തി ഒന്നും കൊള്ളത്തില്ല. അമേരിക്കയിൽ നിന്നും പിച്ചാത്തി മേടിച്ചാലോ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് നമ്മുടെ ഞണ്ട് കറി വെക്കുന്നത് റോക്കറ്റ് അടുപ്പിലാണ് കേട്ടോ. ഞാൻ റോക്കറ്റ് അടുപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വെളിയിൽ വെച്ചാണ് കുക്കിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അടുപ്പെടുത്തുണ്ട് തൊട്ട് നമുക്ക് അടുപ്പെടുത്തുണ്ടായിരുന്നു. ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ റോക്കറ്റ് അടുപ്പ്. അപ്പോൾ ഇതിലാണ് ഇന്ന് ഞണ്ട് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുപ്പ് കൂടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ കത്തിക്കണം. അപ്പോൾ നമുക്ക് അതിലോട്ട്. അപ്പോൾ നമ്മുടെ ഫ്രഷ് കരിയാപ്പലയും കൂടെ നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ കരിയാപ്പലയും കൂടെ എടുക്കുകയാണ്. അലിക്കുട്ടിയാണ്ട് ഫ്രഷ് കരിയാപ്പല എടുത്തിട്ടുണ്ട്. അതിന് കഴിക്കൊണ്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് അളവ് അലിക്കുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതും എടുക്കണം. അത് കൂടാതെ നമ്മുടെ അടുപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തോ ഇനിയും കരിയാപ്പില ഉണ്ടോ, ഫ്രഷ് കരിയാപ്പില കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്തോ ചെയ്യാനുള്ളത്? അടുപ്പ് കത്തിക്കുക. ഇങ്ങോട്ട് കത്തിച്ചാലും ഓക്കെ. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം. അപ്പോൾ നമ്മൾ വിറവ് വെക്കുവാണ്. അടുപ്പിനുള്ളിലോട്ടാണ് വിറവുകൾ ഇങ്ങനെ വെക്കുവാണ്. കത്തിക്കണം കേട്ടോ. അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം. ഇനി കണ്ട് ഇതാണ് ബ്ലോഗർ കേട്ടോ. ഇതിന് നമുക്ക് എയർ കൊടുക്കാനുള്ള ബ്ലോഗറാണിത്. ഇതാണ് ബ്ലോഗർ. അപ്പം അതും കൂടെ ഇതിന് ഫിറ്റ് ചെയ്യണം. അതിനെ നമ്മൾ വെക്കേണ്ടത് ഇവിടാണ് വെച്ച് കൊടുക്കുന്നത്. ഇവിടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ബ്ലോഗറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കറണ്ടിലോട്ട് കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ ഈ ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ ഇതിൻ്റെ എയർ ഇതിനുള്ളിൽ വരും. ഉള്ളിൽ വരുമ്പോഴത്തേന് ഇത് നന്നായിട്ട് കത്തും. അപ്പോൾ നമുക്ക് കറണ്ട് കൂടെ കൊടുത്ത് കത്തിക്കാം. നമ്മൾ എളുപ്പത്തിൽ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചിരട്ടയ്ക്കകത്ത് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയ തിരിയും കൂടെ വെച്ചിട്ടുണ്ട്. നേരെ അതിനുള്ളിലോട്ട് കയറ്റി വെക്കുക. അപ്പോൾ ടപ്പൊന്ന് കത്തും. അതിനുള്ളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ ബ്ലോഗർ ഓൺ ചെയ്യും. വെച്ചപ്പോഴത്തേന് കത്തും. എന്നിട്ട് എൻ്റെ അടപ്പ് അടച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം തന്നെ ബ്ലോഗർ നമുക്ക് ഓണാക്കണം.
അപ്പോൾ നമ്മുടെ ബ്ലോഗർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ എയർ ഇതിനുള്ളിലോട്ട് ചെല്ലുന്നുണ്ട്. ഇപ്പോൾ അത് കത്തി വരും. കത്തി അപ്പോൾ അതങ്ങോട്ട് ഓൺ ആക്കിയപ്പോഴത്തേനുണ്ട് കത്തി വരുന്നുണ്ട് കേട്ടോ. കത്തിയെടുത്ത് വെച്ചോ. കത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി. നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു. ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കരിയാപ്പലയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിൽ ആഡ് ചെയ്യുക. നന്നായി ഇളക്കുക. അതും ഒരു ബ്രൗൺ കളർ ആകണം. അതുവരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഫ്രണ്ട്സ്, ഇത് നമ്മൾ തേങ്ങ വറുത്ത് അരച്ച് അരപ്പാക്കിയതാണ്. ഇതും നമുക്കിതിനകത്ത് ആഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾ ഇതുപോലെ തന്നെ വറുത്ത് എടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ടത് ഒന്ന് ചുമന്ന ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിന് വേണ്ട മുളക് പൊടിയും ഇതൊക്കെ ചേർക്കാനൊക്കെ ഉണ്ട്. ഇനി ഇതിനകത്ത് തക്കാളി ചേർക്കാനുണ്ട് അല്ലേ, തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അത് ചേർക്കാം. മുളക് പൊടി നമ്മൾ 2 ടീസ്പൂണ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഇടാവും, കൂടുതൽ മുളക് പൊടി ഇടരുത്. മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഞണ്ടിന് ഇച്ചിരി വെളുത്ത നിറം വരും. ഇത് നമുക്കൊന്ന് ഇളക്കാം, മൂത്ത് വരാൻ വേണ്ടിയിട്ടല്ലേ. നന്നായിട്ടൊന്ന് ഇളക്കി. അത് കഴിഞ്ഞ് വെള്ളം ഒഴിക്കണം. പിടിക്കാൻ ഒരു സാധനം വേണം സാറ്. മൂത്ത് കഴിഞ്ഞ് മൂത്ത് എണ്ണമയം വെള്ളം ഇതിൻ്റെ അകത്തോട്ട് തക്കാളി വരും. നമ്മൾ ഇത് മസാലപ്പൊടിയാണ്. ആവശ്യത്തിന് മസാലയും കൂടെ ചേർക്കണം. മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അരപ്പൂടെ നമുക്ക് വെള്ളം നമുക്ക് റോസ്റ്റ് ആയിട്ട് എടുക്കാം. ചൂടാവണല്ലേ, തിളയ്ക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം നമ്മൾ ഞണ്ടിനെ ഇതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഞണ്ടിനെ ഇതിനകത്ത് പറക്കിയിടാം.
അപ്പോൾ നമ്മുടെ ഞണ്ടും കറിയൊക്കെ തിളച്ച് ഒന്ന് സെറ്റായിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഞണ്ട് കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ മണം, സൂപ്പർ. ഒക്കെ വെന്ത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി കഴിക്കുന്ന വീഡിയോ കൂടെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. ഇനി കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ കാണണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഞണ്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞണ്ട് കറിയൊക്കെ റെഡിയായി. അതിൻ്റെ അരപ്പുകളൊക്കെ പറ്റി സെറ്റായിട്ടുണ്ട്. എന്തായാലും ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അരപ്പും ഒക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് വെച്ചാണ്, എന്തായാലും അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ അരീനക്കുട്ടിയാണ് ഇതിൻ്റെ സ്പെഷ്യൽ കുക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. മത്തി ചാറ് കഴിച്ച് കുറച്ച് ഇതെടുത്ത് ഇളക്കി ഇളക്കി മത്തി വറുത്തതുകൊണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ അടിപൊളി, മാർബിളസ്.